ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി എവിടെ പോവാന്ന്, വേറെ എവിടെയല്ല ലുലുലു പോകാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ നോമ്പ് വരെയല്ലേ, അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം വിചാരിച്ച് ലുലുലു പോയി കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് ട്ടൊക്കെ വരാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു കുഞ്ഞൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന്. അപ്പം മിനി ഈവനിങ് വ്ളോഗ് അല്ലെങ്കിൽ റമദാൻ ഷോപ്പിംഗ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പം ഞാനും ഇക്കായും മോളും കൂടി ഇപ്പം ലുലുലോട്ട് പോകാൻ ഇറങ്ങുവാണ്. അപ്പം നമുക്കിനി ലുലുലു വെച്ച് കാണാം. അപ്പോൾ അതിന് മുന്നേയിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ? ഈ സംഭവം ഞാൻ എൻ്റെ ഇക്കക്കാടെ കല്യാണത്തിന് ഹൽദിക്കിടാനായിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ അധികം ഓൺലൈൻ ഷോപ്പിംഗ് ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല. മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആമസോണിൽ നിന്ന് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇത് മേടിച്ചതാണ്. ഇതിന് 1000-നകത്ത് മറ്റേ റേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹൽദിക്ക് വേണ്ടിയിട്ട് ഭയങ്കര പൈസ മുടക്കി മേടിക്കാൻ എനിക്ക് അന്ന് തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനെ കണ്ട് ഡൗട്ട് അടിച്ചാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് മേടിച്ചത്. പക്ഷേ സംഭവം അടിപൊളിയാണ്, ക്വാളിറ്റി അവിടെ എല്ലാം അടിപൊളിയാണ്, നൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി റമദാൻ ഷോപ്പിങ്ങിലോട്ട് പോവാം. ഞാൻ മാത്രമല്ല, മോളും ഇക്കക്കാടെ ഹൽദിയുടെ അന്നിട്ട് ആ സെയിം ഡ്രസ്സാണ് ഞാൻ ഇന്നും അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നും എനിക്ക് ഇന്നിങ്ങനെ ഇതിടാൻ തോന്നി, അങ്ങനെ ഞാൻ ഇട്ടതാണ്. അപ്പം നമുക്കിനി ലുലുലോട്ട് പോകാൻ. എനിക്ക് തോന്നുന്നു നല്ല തിരക്കായിരിക്കും, കാരണം നോമ്പായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാവാനാണ് ചാൻസ്. എനിക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും ഞാൻ കവർ ചെയ്യാം. എന്തായാലും ഇനിയിപ്പം നമുക്ക് ലുലുലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും നല്ല മഴയില്ല, നല്ല മഴക്കോളുണ്ടായിരുന്നു, പക്ഷെ ചെറുതായിട്ട് മഴ ചാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഓഹോ എല്ലാം വെള്ളത്തിലാവും, പക്ഷെ മഴയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഒരു ചടപ്പല്ലേ. അങ്ങനെ പിന്നെ പോയപ്പോഴത്തേനും, പക്ഷെ ഞങ്ങളുടെ ആ വീടിൻ്റെ ആ ഒരു സൈഡിൽ മാത്രമേ ചെറിയൊരു ചാറ്റലുണ്ടായിരുന്നുള്ളൂ. പുറത്തോട്ടിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ മഴയുടെ ഒരംശം പോലും ഇല്ലായിരുന്നു. പിന്നെ ഇറങ്ങിയപ്പോഴത്തേനും അവൾ അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. രാവിലെ ഉച്ചയ്ക്കൊന്നും എന്തോ ആക്കെ ഭയങ്കര മടിയായിരുന്നു ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ. അങ്ങനെ പോകുന്ന വഴിക്ക് അവൾക്കൊരു കരിക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കരിക്ക് അവക്കെന്ന് പറഞ്ഞാലും അത് കുടിച്ചത് മൊത്തം ഞാനായിരുന്നു, അത് വേറൊരു കാര്യം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ലുലുവിൽ ചെന്നിട്ട് നേരെ ഫസ്റ്റ് പോയത് കണക്റ്റിലായിരുന്നു. ലുലു കണക്റ്റിൽ പോയത് സംഭവം വേറൊരാൾക്ക് വേണ്ടി ഒരു കാര്യം നോക്കാനായിരുന്നു. പിന്നെ അവസാനം എനിക്ക് വേണ്ടിയിട്ടൊരു കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു. അതിങ്ങനെ ഞാൻ കുറച്ച് നാൾ കൊണ്ട് നോട്ടമിട്ട് വെച്ചതാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഉടനെ എന്നല്ല, ഇനി പറ്റുന്നൊരു സമയത്ത് അത് മേടിക്കണം. അത് കഴിഞ്ഞിട്ട് ലുലുവിൻ്റെ കണക്കിലൊന്നും ഈ പെണ്ണ് നിൽക്കുന്നില്ല. യാസു ആണെങ്കിൽ എൻ്റെ പൊന്നോ നമ്മൾ വിളിക്കുന്നിടത്ത് നിൽക്കുന്നില്ല. അവൾക്ക് ഇങ്ങനെ ഓടുന്നതാണ് ആ പരുവം, അതാണല്ലോ. അങ്ങനെ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവളെ സെറ്റാക്കി പിടിച്ച്, പിന്നെ നമ്മൾ കണക്കിൽ എന്തിനാണോ പോകേണ്ടത്, ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം മേടിക്കാൻ പോയതാണ്, സംഭവം അന്വേഷിക്കാൻ പോയതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു അത് മേടിക്കാൻ. അങ്ങനെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി നോക്കിയ സാധനം ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു. അത് ഇൻഷാ അല്ലാഹ് ഇനി പറ്റുമ്പോൾ മേടിക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ഹൈപ്പറിലായിരുന്നു. എൻ്റെ പൊന്നോ എന്ത് തിരക്കായിരുന്നെന്നോ, ഭയങ്കര തിരക്കായിരുന്നു. സ്വാഭാവികമായിട്ട് നാളെ നോമ്പാകുമ്പം ഈ ലുലുവിൽ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക എല്ലാവരും വരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഇപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടിയാലും ഈ കുറച്ച് തിരക്കാണെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാനും പറ്റും. പിന്നെ നോക്കിയെടുത്താൽ ഓഫർ ഉള്ള സാധനങ്ങൾ നോക്കിയെടുത്താൽ ഓക്കെ, നല്ല ഓഫർ, നല്ല പ്രൈസ് കുറച്ച് നമുക്ക് മേടിക്കാൻ പറ്റും. ഞാനാണെങ്കിൽ ഇത്തവണ അധികം സാധനങ്ങൾ എനിക്ക് മേടിക്കാനൊന്നും ഇല്ലായിരുന്നു. മോളാണെങ്കിൽ ഹൈപ്പറിലാവട്ടെ ലുലുവിൽ ചെന്നാൽ പിന്നെ താഴെ എന്നുവെച്ചാൽ അവൾ ഇരിക്കത്തില്ല, ഭയങ്കര ഓട്ടമായിരിക്കും. എങ്ങനെയെങ്കിലും അവളെ അടക്കി ഒതുക്കി ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഫുൾ സാധനങ്ങളൊക്കെ നോക്കി, എനിക്ക് എന്ന് വെച്ചാൽ ഒരുപാട് സാധനം മേടിക്കണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നോക്കിയെടുത്ത് സാധനങ്ങൾ നല്ല സമയമെടുത്താണ് ഞാൻ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ വേണ്ടായിരുന്നല്ലോ. അപ്പോൾ വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ നല്ല സമയമെടുത്താണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾ കുറേ ആയപ്പോഴത്തേനും പറ്റുന്നില്ല ഞങ്ങളെ കൊണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് നേരത്തേക്ക് കാർട്ടൂൺ ഇട്ട് കൊടുത്ത് ആ ട്രോളിയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ബില്ലൊക്കെ ചെയ്തിട്ട്, ബില്ല് ചെയ്തപ്പോഴത്തേനും ഇവിടെ ഒരാൾ മുട്ടായി മുട്ടായി എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഒരു മുട്ടായി മേടിച്ചെടുത്ത് ബില്ലൊക്കെ പേ ചെയ്തപ്പോഴത്തേനും ആ മുട്ടായി ഫുള്ള് ഡ്രസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കി എല്ലാക്കി എടുത്ത് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് ജസ്റ്റ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായയും കുടിച്ച് ഫുഡ് കോർട്ടിൽ നിന്ന് ചായയും കുടിച്ചിട്ട് എന്തുവാണ് കുറച്ച് നേരം അവിടെ ഇങ്ങനെ വാറ്റിത്തിരിഞ്ഞൊക്കെ നടന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീട്ടിൽ ചെന്നിട്ടുള്ളത് ബാക്കിയായിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇക്കാടെ ഒരു ഫ്രണ്ടിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എനിക്ക് 9:30 മണി ആയിട്ടുണ്ടായിരുന്നു, അത് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ വന്നത്, അപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവളൊന്ന് ഫ്രഷ് ആക്കി അവൾക്ക് ഫുഡ് കൊടുത്ത് അവൾ ഉറങ്ങി. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിനിയിപ്പോൾ വെളുപ്പിന് എഴുന്നേൽക്കാനുള്ളതാണ് അത്താഴം കഴിക്കാനായിട്ട്. അതിന് മുന്നേ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ മേടിച്ച് എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട്, ഒരുപാടൊന്നും ഞാൻ ഷോപ്പ് ചെയ്തില്ല, കാരണം കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പിന്നെ കൂട്ടത്തിൽ സംസാരിച്ച് നമുക്ക് പോകാം. എനിക്ക് തോന്നി സംസാരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴില്ലേ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും, നമുക്ക് കുറച്ചേ പറയാൻ കാണത്തുള്ളൂ. ഇങ്ങനെ സംസാരിച്ചാകുമ്പോൾ അതിങ്ങനെ അങ്ങ് പോകുമല്ലോ. അപ്പോൾ നമുക്ക് എടുത്ത് വെക്കുന്ന കൂട്ടത്തിൽ സംസാരിക്കാം.
അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാടൊന്നും ഞാൻ മേടിച്ചില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ഗുഡ് ലൈഫിൻ്റെ പാല് മേടിച്ചിട്ടുണ്ട്, ടോണ്ട് മിൽക്ക് അത് മേടിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഷേക്കോ വല്ലോ ഒക്കെ അടിക്കുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ പട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. പട്ട സംഭവം ഓൾറെഡി ഞാൻ വലിയൊരു പാക്കറ്റ് എല്ലാം കൂടി മിക്സ് ആയത് മുമ്പ് ഒരിക്കലും ഉള്ളൂന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എല്ലാ സാധനങ്ങളും പട്ട തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കെച്ചപ്പ് അധികം ഇക്കായി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരുമ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ ചെറിയ 2 പാക്കറ്റ് കെച്ചപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കെച്ചപ്പ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ എങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആളിത് കണ്ടാൽ ഭയങ്കര നിർബന്ധം, അതുകൊണ്ട് ചെറുതൊരെണ്ണേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം ഞാൻ അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും മേടിച്ചില്ലായിരുന്നു. ക്യാരറ്റ് ഞാൻ എപ്പോഴും ഞാൻ ലുലു പോകുമ്പോൾ ഞാൻ മെയിനായിട്ട് മേടിക്കുന്നതാണ് ക്യാരറ്റും ബീൻസും. കാരണം അവിടുത്തെ ക്യാരറ്റ് കുറേ നാൾ ഇരിക്കുകയും ചെയ്യും, നല്ല ഫ്രഷ് ക്യാരറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. സോ അതുകൊണ്ട് ഞാൻ ക്യാരറ്റൊക്കെ മിക്കപ്പോഴും ലുലു എന്നാണ് മേടിക്കാറുള്ളത്. ക്യാരറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പനീർ മോക്കെന്തെങ്കിലും, അവൾക്കെന്തായാലും നോമ്പില്ലല്ലോ, അങ്ങനെ അങ്ങനെ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടാറ്റോ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തുവാ, കസൂരി മെത്തി. ഇതെപ്പോഴും മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് വിട്ടുപോണ ഒരു സാധനമാണ്. അത് ഞാൻ ഇത്തവണ മറക്കാതെ ഓർത്ത് വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതും തീർന്നിട്ടുണ്ടായിരുന്നു. ഗ്രാമ്പൂ അല്ലേ ഇത്, പിന്നെ അതല്ലേ പറയുന്ന ഇത് ഗ്രാമ്പൂവും അതിൽ തീർന്നില്ല, കുറവായിരുന്നു. അപ്പം പിന്നെ ഞാൻ അതും കൂടി മേടിച്ചു. പിന്നെ ഇക്കാക്ക് ചീക്കു ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ചീക്കു ഉണ്ട്, അപ്പം അത് മേടിച്ചിട്ടുണ്ട്. മല്ലിയില, പുതിനയില. പിന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ ഈ ഒരു നോമ്പിന് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ലൈസോൾ ഓൾറെഡി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ചെറിയൊരെണ്ണേ മേടിച്ചുള്ളൂ. കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ മറ്റേ സ്നാക്സും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ടിഷ്യൂ ആണല്ലോ. അല്ലെങ്കിൽ ഇവിടെ ടിഷ്യൂ ആവശ്യമുള്ള സാധനമാണ്. ഇവിടെ ഒരാൾ ഫുഡ് കഴിച്ചാൽ തന്നെ അപ്പം ടീച്ചു ടീച്ചു എന്ന് പറഞ്ഞു വരും. അവർക്ക് ടിഷ്യൂ വേണം, എന്ത് കൈ ഒന്നും നനഞ്ഞാൽ അപ്പം ടിഷ്യൂ വേണം. അപ്പം അതുകൊണ്ട് ടിഷ്യൂ എന്തായാലും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോക്ക് പാമ്പേഴ്സ് ഞങ്ങളിപ്പോൾ ഓൾറെഡി നിർത്തി, പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നൈറ്റും വെക്കാറുണ്ട്. ഇപ്പം നൈറ്റ് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെങ്കിലും ഒരു ധൈര്യത്തിന് വേണ്ടി വെക്കുന്നതാണ്. പക്ഷെ നൈറ്റ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവൾക്ക് ചൂച്ചു മീൻ അവൾ ചൂച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പോകുമ്പം പറയും ഇടയ്ക്ക് എണീച്ചിട്ട് ഉമ്മി ചൂച്ചു അല്ലെങ്കിൽ വാപ്പി ചൂച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ട് ജസ്റ്റ് വാഷ്റൂമിൽ പോയ ആളങ്ങ് പോകും, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലുലുവിൽ പോയപ്പോഴത്തേനും അവൾ ഇട്ടുകൊണ്ട് പോയ പാമ്പേഴ്സ് ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഇടയ്ക്ക് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂച്ചു പോകണം. അപ്പം ആ സമയത്ത് നമ്മൾ ഈ ഭയങ്കര തിരക്കായിരുന്നേ. അപ്പം ഞങ്ങൾ പറഞ്ഞില്ല മോളെ കുഴപ്പമില്ല, പാമ്പേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ പൊക്കോന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേനും അവിടെ നിന്ന് മാറ്റാനായിട്ട് വെറുതെ പാമ്പേഴ്സ് മേടിക്കേണ്ടി വന്നു. പിന്നെന്തുവാണ്, മൈദാമാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മൈദാമാവാണ്. പിന്നെ കാടമുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാടമുട്ടയുടെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ വെക്കാമല്ലോ, അങ്ങനെ മേടിച്ചതാണ്. ഇത്രയും സാധനം ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഒരുപാട് ഷോപ്പിംഗ് ഇത്തവണ ഒരു നോമ്പാണെന്ന് വെച്ചിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ലായിരുന്നു, കാരണം ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സും ഞാൻ അങ്ങനെ ഒന്നും മേടിച്ചില്ല. തണ്ണിമത്തം മേടിച്ചിട്ടുണ്ട്. അതല്ല, തണ്ണിമത്തനും ചീക്കുവും അല്ലാണ്ട് ഫ്രൂട്ട്സ് ഞാൻ മേടിച്ചിട്ടേ ഇല്ല. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ. ഇനിയിപ്പോൾ സമയം എനിക്കില്ല, 12 മണിയായിട്ടുണ്ട്. ഇതെല്ലാം വെക്കുമ്പോൾ തന്നെ ഒരു 1:30 ആയി. പിന്നെ അത് കഴിഞ്ഞ് ഇനി വെളുപ്പാങ്കാലത്ത് എണീക്കണം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് നോമ്പിൻ്റെ ഒരു ഫുൾ ഡേ വ്ളോഗ് എടുക്കാം കേട്ടോ. പറ്റുകയാണെങ്കിൽ ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല. പക്ഷേ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.